എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന് നമസ്കാരം കഴിഞ്ഞു നോക്കുമ്പോ പള്ളിയിൽ നിന്നൊരു ചെറുപ്പക്കാരൻ ഇറങ്ങി ഓടുകയാണ്. എല്ലാ ദിവസവും നിസ്കാരം കഴിയുമ്പോ ഒരു ചെറുപ്പക്കാരൻ പള്ളിയിൽ നിന്നിറങ്ങി ഓടുകയാണ്. അള്ളാന്റെ റസൂൽ ഇത് കണ്ടു മടുത്തു. ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ നമസ്കാരം കഴിഞ്ഞപ്പോ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന ചെറുപ്പക്കാരനെ വിളിച്ചു, സഅലബാ, എവിടേക്കാട് കൂടുന്നത്? ഒരല്പസമയം പള്ളിക്കകത്തിരിക്കാ സമയമില്ലേ, ദുആ ചെയ്യാനൊന്നുമില്ലേ? അല്ലാഹുവിന്റെ പ്രവാചകനോട് സഅലബ പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഒരുപാട് കാര്യങ്ങൾ ദുആ ചെയ്യണമെന്ന് വല്ലാത്ത ആഗ്രഹമോ. പിന്നെ എന്തിനാണ് ഞാൻ ഓടുന്നതെന്നറിയുമോ? എന്റെ കുടുംബത്തിന്റെ അവസ്ഥ അറിയുമോ? ഞാൻ പാവപ്പെട്ടവനാണ് നബിയേ. എന്റെ ഭാര്യ എന്നെയും കാത്ത് വീടിന്റെ മുന്നിൽ കാത്തു നിൽക്കുകയാ. ഞാൻ എന്റെ വീട്ടിലേക്ക് കടന്നു ചെന്ന് ഈ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഊരി കൊടുത്തിട്ട് വേണം എന്റെ ഭാര്യക്ക് നമസ്കരിക്കാൻ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും നിസ്കരിക്കുന്ന സമയത്ത് ധരിക്കാൻ ഒരു ജോഡി വസ്ത്രമേ ഉള്ളു നബിയേ. ഞാൻ പാവപ്പെട്ടവനാ നബിയേ. ഭാര്യക്കും ഭർത്താവിനും നമസ്കരിക്കുന്ന സമയത്ത് ധരിക്കാൻ ഒരേ ഒരു ജോഡി വസ്ത്രം മാത്രമേ ഉള്ളൂ. ഈ ചെറുപ്പക്കാർ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുവോ? പണം കിട്ടാൻ ദുആ ചെയ്യുവോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, പണം വേണ്ട സഅലബാ, പണം വേണ്ട സഅലബാ. അത് കൂടിക്കഴിഞ്ഞാൽ അല്ലാഹുവിനെ നീ മറക്കും. അത് കൂടിയാ നിന്റെ സ്വഭാവം മാറും. അല്ലാഹുവേ, സഅലബ പ്രവാചകരോട് പറയുന്നു, നബിയേ, ഞാൻ മാറുമോ നബിയേ? ഞാൻ അങ്ങയുടെ അനുചരനാണല്ലോ, ഞാൻ അങ്ങയുടെ അനുചരനാണ്. എന്റെ സ്വഭാവം അങ്ങ് മാറുമോ നബിയേ? ഞാൻ അല്ലാഹുവിനെ പേടിയുള്ളവനല്ലേ. എനിക്കെങ്ങാനും സമ്പത്ത് കിട്ടിയ ഞാൻ പാവങ്ങളെ സഹായിക്കും നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വേണ്ട സഅലബാ, എവിടെ വെച്ച് കണ്ടാലും പ്രവാചകനോട് ദുആ ചെയ്യാ പറയുകയാണ്. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ സഅലബയ്ക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. അവിടുത്തെ ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്യുകയാണ്. അല്ലാഹു ബർക്കത്ത് നൽകി. സഅലബയ്ക്ക് ഒരുപാട് പണം കിട്ടി, സഅലബയ്ക്ക് ഒരുപാട് സമ്പത്ത് കിട്ടി. എന്റെ പ്രിയമുള്ളവരെ, 5 നേരം പള്ളിയിൽ വന്ന് നിസ്കരിച്ച സഅലബയുണ്ടല്ലോ, പിന്നെ 5 4 3 2 1 പിന്നെ പള്ളിയിൽ വരുന്നില്ല. ആഴ്ചയിൽ ഒരിക്കൽ മാത്രമായി. സമ്പത്തിനോടുള്ള ആർത്തി കൂടിയപ്പോ, പണം ഒരുപാട് കിട്ടിയപ്പോ പടച്ചിറപ്പിനെ മറന്നു പോവുകയാ, അല്ലാഹുവിനെ മറന്നു പോകുകയാ, വന്ന വഴി മറന്നു പോവുകയാ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, അവസാനം എങ്ങനെയാ മരിച്ചതെന്നറിയോ? ഒരു കാഫിറിനെ പോലെ ചത്തുപോയെന്ന് അല്ലാഹുവേ ചരിത്രം പഠിപ്പിക്കുമ്പോ ആരാണ് സഅലബ? ആരാ? റസൂലുള്ളാഹിന്റെ പുറകിൽ നിന്ന് നിസ്കരിച്ച ചെറുപ്പക്കാരനോ? അല്ലാഹുവിന്റെ പ്രവാചകൻ ദുആ ചെയ്യുമ്പോൾ ആമീൻ പറഞ്ഞ ചെറുപ്പക്കാരനാ. സഅലബാനെ സ്വഹാബത്ത് വിളിച്ചിരുന്നത് എങ്ങനെയെന്നറിയുവോ? പള്ളിയുടെ മാടപ്രാവെന്നോ, പള്ളിയുടെ മാടപ്രാവെന്ന് സ്വഹാബത്ത് വിളിച്ച ഈ ചെറുപ്പക്കാര് അവസാനം പണത്തിനോടുള്ള ആർത്തി കൂടിയപ്പോ ഒരു കാഫിറിനെ പോലെ ചത്തുപോയെന്ന് ചരിത്രം നമുക്ക് പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവര്, നീ വിചാരിക്കും അല്ലാഹു നിനക്ക് പണം തന്നത് നിന്റെ താടിയുടെ നീളം കണ്ടട്ടാ, അല്ലെങ്കിൽ നിന്റെ കഴിവ് കൊണ്ടാ, നിന്റെ കുടുംബ മഹിമ കണ്ടട്ടാ എന്ന് കരുതുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹു സമ്പത്ത് നിനക്ക് തരുന്നത് നിന്നോട് സ്നേഹം കൂടിയത് കൊണ്ടല്ല. നിന്നെ പരീക്ഷിക്കാരോ? അല്ലാഹുവേ, പടച്ചവനെ എന്ന പണത്തിനോട് വല്ലാത്ത ആർത്തിയാണല്ലോ. അതിനുവേണ്ടി ഏത് വഴിയും സ്വീകരിക്കുന്നവരുണ്ടല്ലോ. കള്ള് കച്ചവടം നടത്തുന്നവരുണ്ട്, പലിശക്ക് കൊടുക്കുന്നവരുണ്ട്, മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നവരുണ്ട്, മോഷണം നടത്തുന്നവരുണ്ട്. അല്ലാഹുവേ, പണമുണ്ടാക്കാൻ വളഞ്ഞ വഴികൾ മുഴുവനും സ്വീകരിക്കുന്നവരുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന മക്കൾക്ക് കഞ്ചാവ് കച്ചവടം കൂടി നടത്തുന്നവരുണ്ട്. അല്ലാഹുവേ, ബ്ലാക്ക് മെയിൽ ചെയ്യുന്നവര്, കൊട്ടേഷൻ പണി നടത്തുന്നവര് വരെയുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, പണം നിനക്കെന്തിനാ പൊന്നുമോര്?
പണം നിനക്കെന്തിനാടാ ചെറുപ്പക്കാരാ? നിന്റെ വാപ്പ പോയപ്പോ എന്തുകൊണ്ട് പോയടാ? നിന്റെ വാപ്പ മരിച്ചു പോയല്ലോ. നീ വാങ്ങിക്കൊടുത്ത 3 കഷ്ണം തുണിയും പൊതിഞ്ഞിട്ട് നിന്റെ വാപ്പ നീ പള്ളിക്കുടിയിലേക്ക് കൊണ്ടുവച്ചത് നീ മറന്നുപോയോ ചെറുപ്പക്കാരാ? ഈ നാട്ടിലെ എത്രയോ പണക്കാര് നീ നിന്റെ ജീവിതത്തിൽ എത്രയോ മയ്യത്ത് കണ്ടിട്ടുണ്ട്. ഏതെങ്കിലും ഒരു മനുഷ്യർ 5 നയാ പൈസ ഇന്നുവരെ കൊണ്ടുപോയിട്ടുണ്ടോ ചെറുപ്പക്കാരാ? എന്റെ പ്രിയമുള്ളവരെ, പണത്തിനോടല്ലടാ സ്നേഹമുണ്ടാകേണ്ടത്, പണമല്ലടാ ആഗ്രഹിക്കേണ്ടത്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലൂടെ ഒരു ചെറുപ്പക്കാരൻ നടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലൂടെ യുദ്ധത്തിന്റെ നടുവിലൂടെ നടന്നുപോയ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോവുകയാ. ആ ചെറുപ്പക്കാരനെ കാണേണ്ട താമസമുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് കരയുകയാ. പ്രവാചകന്റെ കണ്ണിലൂടെ കണ്ണുനീരിങ്ങനെ ഒലിക്കാൻ തുടങ്ങി. അല്ലാഹുവേ, ആരാണ് നടന്നു വരുന്നതെന്നറിയുമോ? മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു. പടച്ചവരെ, ഉംറയ്ക്ക് പോകുന്നവർ, ഹജ്ജിന് പോകുന്നവർ കാണാ. അല്ലാഹുവേ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് മിസ്അബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരെ കടന്നു വന്നിട്ട് അവിടുന്ന് ചോദിച്ചു, നബിയേ, യാ റസൂലല്ലാഹ്, എന്തിനാ നബിയേ കരയുന്നത്? എന്ത് പറ്റി നബിയേ, എന്തിനാണ് കരയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മിസ്അബേ, നിന്റെ പഴയകാലം എനിക്ക് ഓർമ്മ വന്നു മിസ്അബേ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആരാണ് മിസ്അബ് എന്നറിയുമോ? മക്കയിലെ ഏറ്റവും വലിയ കോടീശ്വരന്റെ മകനായിരുന്നു മിസ്അബ്. മിസ്അബ് ധരിക്കുന്ന വസ്ത്രമേതെന്നറിയുമോ? സ്വർണത്തിന്റെ വസ്ത്രപാടാ പൊന്നുപോര്. സ്വർണത്തിന്റെ നൂല് കൊണ്ട് നെയ്ത വസ്ത്രമാണ് മിസ്അബ് ധരിച്ചിരുന്നത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരന്റെ മക്കള് പോലും, ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ പണക്കാര്, ആ അംബാനിയുടെ മക്കള് പോലും ധരിക്കാറില്ല. പക്ഷേ മിസ്അബ് എന്ന് പറയുന്ന ചെറുപ്പക്കാർ സ്വർണത്തിന്റെ നൂല് കൊണ്ട് നെയ്ത വസ്ത്രമാണ് ധരിച്ചിരുന്നത്. സുഗന്ധത്തിനോട് വല്ലാത്ത ഇഷ്ടമോ, ഒരിക്കലേ ഒരു സുഗന്ധം തേക്കാറുള്ളൂ. മിസ്അബ് നടക്കുമ്പോ മുന്നിലും പുറകിലും അടിമകൾ നടക്കുമായിരുന്നു. മിസ്അബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരർ കുതിരയുടെ മുകളിൽ ഇങ്ങനെ പോകുന്നത് കാണാ. മക്കയിലെ പെണ്ണുങ്ങൾ വന്ന് കാത്തിരിക്കുമായിരുന്നു. ആ മിസ്അബ് എന്ന് പറയുന്ന ചെറുപ്പക്കാർ ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു ചെന്നു. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് ഉപദേശിക്കുകയാണ്. അവസാനം പ്രവാചകന്റെ കയ്യിൽ പിടിച്ചു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. പ്രവാചകന്റെ കയ്യിൽ പിടിച്ച് അവിടെ നിന്ന് ഇസ്ലാമിലേക്ക് കടന്നു വരികയാ. ആരോടും പറഞ്ഞില്ല, മുസ്ലിമായതാരെയും അറിയിച്ചില്ല. കാരണം മിസ്അബ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പേടിച്ചിരുന്നത് തന്റെ ഉമ്മാനെയോ. ഉമ്മാനവല്ലാത്ത പേടിയാ, ഉമ്മാനവല്ലാത്ത പേടിയാ. മിസ്അബ് ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്ത് നിന്ന് ഇറങ്ങി വരുന്നത് വീട്ടിലെ ഒരു ജോലിക്കാരൻ കാണുകയാണ്. പിന്നെ ഉമ്മയോട് പറഞ്ഞു കൊടുത്തു, അല്ലാഹുവേ, മിസ്അബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരര് വീട്ടിലെ പണിക്കാര് മുഴുവനും തല്ലുകയാ. എന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഉമ്മയതാ വീടിനകത്ത് കെട്ടിക്കിട്ടിരിക്കുകയാണ്. അവിടെ നിന്ന് പട്ടിണിക്കിട്ടിരിക്കുകയോ. നീ ഒന്നുകിൽ പുതിയ മതത്തിൽ നിന്ന് പിന്തിരിഞ്ഞു വരണം, ഇല്ലെങ്കിൽ കിടന്ന് ചാകടാ എന്ന് പറഞ്ഞു മിസ്അബ് റളിയല്ലാഹു തആല അൻഹു തന്റെ വീട്ടുകാര് പടച്ചവരെ വീടിനകത്ത് കെട്ടിയിട്ട് പട്ടിണിക്കിട്ടിരിക്കുകയോ. അവസാനം മിസ്അബ് റളിയല്ലാഹു തആല അൻഹു തന്റെ തീരുമാനത്തിൽ മാറ്റമില്ല എന്ന് മനസ്സിലാകുമ്പോ വീടിനകത്തിട്ട് തല്ലിച്ചതച്ചിട്ട് ജോലിക്കാര് വലിച്ചടച്ചുകൊണ്ട് വീടിന്റെ വെളിയിൽ കൊണ്ട് വലിച്ചെറിയുകയാണ്. മിസ്അബ് റളിയല്ലാഹു തആല അൻഹു ആ വീട്ടിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് പോകുന്നതിന് വേണ്ടി വീട്ടിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ ഉമ്മ വിളിക്കുന്നു, മിസ്അബേ, ഇവിടെ നിന്നിറങ്ങിപ്പോയാൽ എന്റെ സമ്പത്തിൽ നിന്ന് 1 രൂപ പോലും നിനക്ക് ഞാൻ തരൂല മിസ്അബേ.
എന്റെ സമ്പത്തിന്റെ വലിപ്പം നിനക്കറിയുമല്ലോ. ഈ മക്കാ രാജ്യത്തിന്റെ പകുതിയും എന്റെതാടാ ബിഷപ്പ്. ഞങ്ങളുടെ മതങ്ങൾ എന്നിട്ട് ഇറങ്ങിപ്പോയാ നിനക്കൊരഞ്ച് നയാ പൈസ പോലും തരില്ലെന്ന് ഉമ്മ പറയുമ്പോ ബിഷപ്പെന്ന് പറയുന്ന ചെറുപ്പക്കാർ ധരിച്ചിരുന്ന കമീസൂരുകയാണ്, ഇട്ടിരുന്ന വസ്ത്രമൂരുകയാണ്. എന്നിട്ട് തന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ മുന്നിൽ കൊണ്ടുവച്ചിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ഉമ്മ എനിക്കിത് നിങ്ങളുടെ സമ്പത്താണ്, ഇതും നിങ്ങളുടെ പൈസ കൊടുത്ത് വാങ്ങിയതാ, ഇതും എനിക്ക് വേണ്ട. എനിക്ക് നല്ല മരണം വേണം, എനിക്ക് പടച്ചുറപ്പിന്റെ സ്വർഗം വേണം. മിസ്സപ്രതി അല്ലാഹു തആല വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോ ഉമ്മ വിളിച്ചു പറഞ്ഞു, മിസ്സബേ ഇനി ജീവിതത്തിൽ ഒരിക്കപ്പോൾ നീ എന്നെ ഉമ്മ എന്ന് വിളിക്കല്ലേ, എന്നെ നീ ഉമ്മ എന്ന് ഇനി ഒരിക്കപ്പോലും വിളിക്കാ പാടില്ല. ഞാൻ മരിച്ചാ പോലും എന്നെ കാണാൻ വരല്ലേ. വേദനിക്കുന്ന മുഖത്തോട് മിസ്സപ്രതി അല്ലാഹു തആല ഇറങ്ങി പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ കരഞ്ഞതെന്തിനെന്നറിയോ? പ്രവാചകന്റെ കണ്ണ് നിറഞ്ഞതെന്തിനെന്നറിയോ? മിസ്സബെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നടന്നു വരുമ്പോ സ്വർണ്ണത്തിന്റെ നൂല് കൊണ്ട് നെയ്ത വസ്ത്രം ധരിച്ച് നടന്ന മിസ്സബെന്ന ചെറുപ്പക്കാർ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ ഒരു പുതപ്പ് പുതച്ചിരിക്കുകയാ, ഒരു പുതപ്പ് പുതച്ചിരിക്കുകയാ. അല്ലാഹുവേ, ആ പുതപ്പിന്റെ അവസ്ഥ എന്തെന്നറിയുമോ? 62 സ്ഥലങ്ങള് കീറിയിട്ട് തച്ചു വച്ചിരിക്കുന്ന ഒരു പുതപ്പം ധരിച്ചിട്ടാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വരുന്നത്. പ്രവാചകനിരുന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, മിസ്സബേ ഈ കീറി പറഞ്ഞ വസ്ത്രം ധരിച്ചു നടക്കുന്നത് എന്തിനാ? യാ റസൂലല്ലാഹ്, എനിക്ക് മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കണം നബിയേ, സ്വർഗം കണ്ട് മരിക്കണം നബിയേ, സ്വർഗത്തിലെ പട്ടുവസ്ത്രം ധരിക്കാനാ നബിയേ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോ, അവസാന മുഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം കഴിഞ്ഞു. സഹാബത്ത് മുഴുവനും ജനാസകൾ ഇങ്ങനെ തിരഞ്ഞു നടക്കുകയാണ്, അവരിങ്ങനെ മയ്യത്ത് പൊതിയുകയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു ജനാസ ചുമന്നുകൊണ്ട് സഹാബത്ത് കരഞ്ഞുകൊണ്ട് വരികയോ, ഒരു മയ്യത്ത് ചുമന്നുകൊണ്ട് സഹാബത്ത് കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ജനാസ കൊണ്ടുവച്ചു. ആരുടെ ജനാസയും അറിയുവോ? മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു മിസ്അബിന്റെ ജനാസ കൊണ്ട് പ്രവാചകന്റെ മുന്നിൽ വെച്ചു. സഹാബത്ത് കരയുകയാ. എന്തിനാ സഹാബ കരയുന്നത്? യാ റസൂലല്ലാഹ്, കഫൻ തുണി തികയുന്നില്ല നബിയേ, മിസ്അബിന്റെ മയ്യത്ത് പൊതിയാർ കഫൻ തുണിയില്ല നബിയേ. തലമറയ്ക്കുമ്പോ കാല് വെളിവാവുകയാ, കാല് മറയ്ക്കുമ്പോ തല വെളിവാവുകയാ. എന്റെ പ്രിയമുള്ളവരെ, മക്കയിലെ ഏറ്റവും വലിയ കോടീശ്വരന്റെ മകര്, സ്വർണ്ണത്തിന്റെ വസ്ത്രം ധരിച്ച ചെറുപ്പക്കാർ അവസാനം മയ്യത്ത് പൊതിയുന്ന സമയത്ത് തുണി പോലെ തികയുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, തലമറച്ചിട്ട് പൊതിയാ, 2 കാലും വെളിയിൽ കിടക്കുകയാ, 2 കാലും വെളിയിൽ കിടക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബ പുല്ല് പറിച്ചു കൊണ്ടുവാ സഹാബ. പുല്ല് പറിച്ചു കൊണ്ടുവന്നു. മിസ്അബിന്റെ കാലിൽ വെച്ച് കെട്ടുകയാണ്. അല്ലാഹു തആലാവിന്റെ കാലിൽ പുല്ല് വെച്ചിട്ട് കെട്ടുകയാ. എന്നിട്ട് നമസ്കാരം കഴിഞ്ഞു. 6 മണ്ണിനകത്തേക്ക് മയ്യത്തിറക്കുമ്പോ കാലിൽ കെട്ടിവെച്ചിരുന്ന കെട്ടങ്ങഴിയുകയാ. പുല്ലടിഞ്ഞ് താഴെ വീണു. എല്ലാവരും കബറിന്റെ ചാരത്ത് നിന്ന് കരയുകയാ. എല്ലാരും കബറിന്റെ ഭാഗത്ത് നിന്ന് കരയുകയാ. എല്ലാരും കരയുന്നത് കണ്ടപ്പോ റസൂലുള്ള പറഞ്ഞു, സഹാബ മരിച്ചാൽ ഇതുപോലെ മരിക്കണം സഹാബ. മോനെ, വമിനന്നാസി മയ്യശ്രീ نفسه ابتغاء مرضات الله والله رؤوف بالعباد.
അള്ളാഹു തന്നതൊക്കെ പടച്ചറപ്പിന് കൊടുത്തിട്ട് പകരം സ്വർഗം വാങ്ങണം ചെറുപ്പക്കാരാ. മരിച്ചാൽ ഇതുപോലെ മരിക്കണം മോരേ, മരിച്ചാൽ ഇതുപോലെ മരിക്കണം മോരേ. ചിലരുടെയൊക്കെ മനസ്സിന്റെ ഉള്ളിൽ ഒരുപാട് നിസ്കരിക്കുന്നുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്, സദഖകൾ നൽകുന്നുണ്ട്, നല്ല കാര്യങ്ങൾ ഒരുപാട് ജീവിതത്തിൽ ചെയ്യുന്നുണ്ട്. അതിനുകൊണ്ട് എനിക്ക് അള്ളാഹുവിന്റെ മുന്നിൽ രക്ഷപ്പെടാൻ കഴിയുമെന്ന് പലർക്കും ഒരു വല്ലാത്ത ബോധം നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബത്തിനോട് സ്വർഗത്തെക്കുറിച്ചും സ്വർഗത്തിലെ അരുവികളെക്കുറിച്ചും സ്വർഗത്തിലെ അനുഗ്രഹങ്ങളെക്കുറിച്ചും സ്വർഗത്തിലെ കൊട്ടാരങ്ങളെക്കുറിച്ചും സ്വർഗത്തിലെ പഴങ്ങളെക്കുറിച്ചും അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഒരു മനുഷ്യന് കിട്ടുന്ന പദവികളെ കുറിച്ചെല്ലാം അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു കൊടുത്തു, യാ സ്വഹാബാ ലാ യദ്ഖുലൂനൽ ജന്ന ഇല്ലാ ബിറഹ്മത്തില്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബത്തിനോട് പറയുന്നു, സ്വഹാബാ അള്ളാഹുവിന്റെ കരുണയില്ലാതെ പടച്ചവന്റെ ഔദാര്യമില്ലാതെ ഒരു മനുഷ്യനും സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയില്ല എന്ന് പ്രവാചകൻ പറയുമ്പോ, ഒരു മനുഷ്യനും അള്ളാഹുവേ ചെയ്ത അമലുകൾ കൊണ്ട് സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയില്ല. അള്ളാഹുവിന്റെ കരുണയില്ലാതെ ഒരു മനുഷ്യനും സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയില്ലെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു കൊടുക്കുമ്പോ അവിടുന്ന് സ്വഹാബത്ത് ചോദിച്ചു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ അങ്ങയുടെ കാര്യവും അങ്ങനെയാണോ നബിയേ? അങ്ങയുടെ കാര്യവും അങ്ങനെയാണോ? അള്ളാന്റെ റസൂല് പറഞ്ഞു, എല്ലാവരുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് ബനൂ ഇസ്രായേലിൽ ജീവിച്ച ഒരു മനുഷ്യന്റെ ചരിത്രം പറഞ്ഞു കൊടുക്കുകയാ. അള്ളാഹുവേ, ആ മനുഷ്യൻ ഈ ദുനിയാവിന്റെ തുലിക്ക് മുകളിൽ 500 കൊല്ലമാണ് ജീവിച്ചത്. 1-2 വർഷമല്ല, നമ്മളെപ്പോലെ 50-60 ആ മനുഷ്യൻ ഈ ദുനിയാവിന്റെ തുലിക്ക് മുകളിൽ 500 കൊല്ലമാണ് ജീവിച്ചത്. അള്ളാഹുവേ, ആ മനുഷ്യൻ ചെയ്തിരുന്ന പ്രവർത്തനം എങ്ങനെയെന്നറിയുമോ? ആ മനുഷ്യൻ ഇബാദത്ത് ചെയ്തിരുന്നത് എവിടെയെന്നറിയുമോ? വീടിനകത്തല്ല, പള്ളിയിലല്ല, കുടുംബത്തിന്റെ കൂടെയല്ല. എന്റെ പ്രിയമുള്ളവരെ, സമുദ്രത്തിന്റെ മുകളിൽ മുസല്ല വിരിച്ചിട്ട് ആ മനുഷ്യൻ 500 കൊല്ലം രാവും പകലും ഇബാദത്താണ്. അല്ലാഹുവേ, പച്ചവെള്ളമാണ് കുടിക്കുന്നത്. എല്ലാ ദിവസവും ഒരു റുമ്മാമ്പഴം കഴിക്കുകയാണ്. ഒരു റുമ്മാമ്പഴവും കഴിച്ച് പച്ചവെള്ളവും കുടിച്ചു 500 വർഷം രാവും പകലും. അല്ലാഹുവേ, ഈ മനുഷ്യന് പടച്ചിറപ്പിന് വേണ്ടി ഇബാദത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുന്നു, സ്വഹാബാ, ഈ മനുഷ്യൻ നാളെ മരിച്ചു പടച്ചിറപ്പിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോൾ, ഈ മനുഷ്യൻ നാളെ അള്ളാന്റെ കോടതിയിലേക്ക് പടച്ചിറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു വരുമ്പോ അള്ളാഹു ഈ മനുഷ്യനോട് പറയുന്ന, മനുഷ്യ, വേണമെങ്കിൽ എന്റെ കരുണ കൊണ്ട് നീ സ്വർഗത്തിലേക്ക് കടന്നു പൊക്കോ, വേണമെങ്കിൽ എന്റെ ഔദാര്യം കൊണ്ട് നീ സ്വർഗത്തിലേക്ക് കടന്നു പൊക്കോ. ഈ സമയത്ത് ആ മനുഷ്യൻ പറയുന്നു, റബ്ബേ, എനിക്ക് നിന്റെ ഔദാര്യം കൊണ്ട് സ്വർഗം വേണ്ട, എനിക്ക് നിന്റെ ഔദാര്യം കൊണ്ട് സ്വർഗം വേണ്ട. 500 കൊല്ലം ഞാൻ ഇബാദത്ത് ചെയ്തിട്ടുണ്ട് പടച്ചവര്. പച്ചവെള്ളവും ഒരേ ഒരു റുമ്മാമ്പഴവും കഴിച്ചിട്ട് രാവും പകലും നിനക്ക് വേണ്ടി ഞാൻ ഇബാദത്ത് ചെയ്തുറപ്പേ. അതിനു പകരമായി എനിക്ക് സ്വർഗം തന്നാ മതിയല്ലാ. ഈ മനുഷ്യൻ നാളെ പടച്ചിറപ്പിന്റെ പരലോകത്ത് വെച്ചു അള്ളാഹുവിനോട് പറയുമ്പോ അള്ളാഹു പറയുകയാണ്, പടച്ചിറപ്പ് മലക്കുകളെ വിളിക്കുകയാണ്. അവിടെന്ന് പറയുന്ന മലക്കുകള്, ഈ മനുഷ്യൻ ചെയ്ത 500 കൊല്ലത്തെ അമലെടുത്തൊരു ത്രാസിൽ വെക്കുക. എന്നിട്ട് ഞാൻ ഈ മനുഷ്യന് ഞാൻ ചെയ്ത അനുഗ്രഹങ്ങളെ മുഴുവനും മറ്റൊരു ത്രാസിൽ വെക്കുക. എന്നിട്ട് അളന്നു നോക്കുക, ഞാൻ കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് പകരമായി 500 വർഷത്തെ ഇബാദത്ത് മതിയായോ എന്ന് അളന്നു നോക്കാ പറയുമ്പോ മലക്കുകൾ ആ മനുഷ്യന്റെ 500 കൊല്ലത്തെ അമലുകൾ അളന്നു നോക്കിയിട്ട് അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പറയുന്ന, റബ്ബേ, നീ ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളിൽ ഒരനുഗ്രഹത്തിന് പകരമായിട്ട് പോലും ഈ മനുഷ്യന്റെ 500 കൊല്ലത്തെ ഇബാദത്ത് മതിയായില്ല അല്ലാഹ്.
അല്ലാഹുവേ, പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, ഈ മനുഷ്യൻ പരലോകത്ത് കിടന്ന് കരയുകയാണ്, അള്ളാന്റെ മുന്നിൽ കിടന്ന് കരയുകയാ. അവസാനം ഈ മനുഷ്യൻ പോലും അള്ളാഹുവിന്റെ കരുണ കൊണ്ടാണ് സ്വർഗത്തിലേക്ക് കടന്നു പോയതെന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ള മുസ്ലിമേ, അള്ളാഹുവിന്റെ കരുണയില്ലാതെ ഒരു മനുഷ്യനും സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയില്ലെന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, 5 സമയങ്ങൾ എനിക്കും നിങ്ങൾക്കും വരാനുണ്ട്. ഒരാളുടെയും ജീവിതത്തിൽ ആ 5 സമയങ്ങൾ ഇന്ന് വരെ വന്നിട്ടില്ല. ആ 5 സമയങ്ങൾ വരാനുള്ളതാണ്. 5 സമയങ്ങൾ വരാനുള്ളതാണ്. ആ 5 സമയം കടന്നു വരുമ്പോ ആ മനുഷ്യന് രക്ഷപ്പെടണമെങ്കിൽ 5 സമയങ്ങൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് കടന്നു വരാനിരിക്കുന്നുണ്ട്. ആ 5 സമയങ്ങൾ കടന്നു വരുമ്പോ ഏതെങ്കിലും ഒരു മനുഷ്യന് രക്ഷപ്പെടണമെങ്കിൽ അല്ലാഹുവിന്റെ കരുണ കൊണ്ടല്ലാതെ കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നിന്റെ നിസ്കാരവും നിന്റെ ഖുർആനും നിന്റെ സുബഹയും നിന്റെ സൽക്കർമ്മവും അല്ലാഹുവേ പടച്ചവരെ, ഈ എല്ലാ സൽക്കർമ്മങ്ങളും കൊണ്ട് ഇതുകൊണ്ട് മാത്രം നിനക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത 5 സമയങ്ങളുണ്ട്. 5 സമയങ്ങളിൽ ഏതെങ്കിലും ഒരു മനുഷ്യന് രക്ഷപ്പെടണമെങ്കിൽ അല്ലാഹുവിന്റെ കരുണയില്ലാതെ കഴിയില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഒരു 5 സമയം എനിക്കും നിങ്ങൾക്കും വരാനുണ്ട്, ഇതുവരെ വന്നിട്ടില്ല, വരാനുള്ള സമയം. ഈ 5 അവസരം ഞാനും നിങ്ങളും എന്തായാലും നേരിട്ടേ പറ്റൂ. ഈ 5 സമയങ്ങൾ എനിക്കും നിങ്ങൾക്കും ഉറപ്പായിട്ട് വരും. ഈ 5 സമയങ്ങളിൽ രക്ഷപ്പെടണമെങ്കിൽ നിന്റെ ഈ തഴമ്പും ഈ താടിയുടെ നീളവും ഈ കയ്യിൽ പിടിച്ചിരിക്കുന്ന തസ്ബീഹും ഈ വാള് കേൾക്കാൻ വന്നതും ഈ പറയുന്നതും കൊണ്ടൊന്നും രക്ഷപ്പെടാൻ കഴിയില്ല. 5 സമയങ്ങളിൽ രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹുവിന്റെ കരുണ കൂടെ വേണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ആ 5 സമയങ്ങളിൽ അള്ളാഹുവിന്റെ കരുണ കിട്ടുന്ന അടിമകളിൽ എന്നെയും നിങ്ങളെയും പെടുത്തുമാറാകട്ടെ. അള്ളാഹു എന്നെയും നിങ്ങളെയും പെടുത്തുമാറാകട്ടെ. ഉറക്കെ അള്ളാഹു എന്നെയും നിങ്ങളെയും പെടുത്തുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 5 സമയം ഞാൻ വിശദീകരിക്കുന്നില്ല. കാരണം ഇന്നത്തെ ഈ വയല് പണ്ടൊരിക്കൽ ഞാനിവിടെ വയലിന് ഡേറ്റ് കൊടുത്തിട്ട് വരാൻ പറ്റിയില്ല. രണ്ടാമത് ഇന്നും വളരെ ശാരീരികമായിട്ട് വളരെ നെഞ്ചിനകത്ത് ചെറിയൊരു വേദന, എന്താണെന്നറിയില്ല. അത് മാത്രമല്ല, നാളെ വടകരയിലെ വഴി ഇങ്ങനെ പോണ വഴിയിലെന്ന്, അപ്പം അതുകൊണ്ട് കയറിയതാണ്. ഇൻഷാ അല്ലാഹ് ഒരു 11 മണിക്ക്, ഇപ്പോൾ സമയം 10 മണിയായി, 1 മണിക്കൂറുണ്ട്. നമുക്ക് സന്തോഷത്തോടെ ദുആ ചെയ്ത് പിരിയണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എല്ലാവരും നേരെ ഇരിക്ക്. ഇങ്ങനെ ഇരിക്കുമ്പോൾ ശൈത്താൻ വന്നിട്ട് ഇങ്ങനെ തലോടും, ഉറങ്ങിക്കോടാ. ഉപ്പ നിങ്ങളെന്താ ഉപ്പ താഴെ ഇരിക്കണേ? ഉപ്പ തവാദു ഉണ്ടായിരിക്കും, താഴ്മ ഉണ്ടായിരിക്കില്ലേ? കുഴപ്പമില്ല, ഇപ്പൊ സന്തോഷമല്ലേ? സ്വർഗം എന്ന് പറഞ്ഞാൽ സുഖിക്കേണ്ട സ്ഥലമാണ്. സ്വർഗം എന്ന് പറഞ്ഞാൽ നമുക്ക് അള്ളാഹു തരുന്ന പ്രതിഫലമാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ്, 1-ാമത്തെ കാര്യം, അള്ളാഹുവിന്റെ കരുണയില്ലാതെ രക്ഷപ്പെടാൻ കഴിയാത്ത, അള്ളാഹുവിന്റെ കരുണയില്ലാതെ ഒരു മനുഷ്യന് രക്ഷപ്പെടാൻ കഴിയാത്ത 1-ാമത്തെ സ്ഥലം, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അസ്റായിൽ അലൈഹിസ്സലാം നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്ന ദിവസമുണ്ടല്ലോ. മലക്കുൽ മൗത്ത് അസ്റായിൽ അലൈഹിസ്സലാം എന്നെയും നിങ്ങളെയും കൊണ്ടുപോകാൻ വരുന്ന ആ സമയം, ആരെങ്കിലൊക്കെ ചുറ്റുഭാഗത്ത് നിന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു തരും. അത് പറയാൻ നിന്റെ നാവ് പൊങ്ങണമെങ്കിൽ അള്ളാഹുവിന്റെ കരുണ കിട്ടിയവർക്കല്ലാതെ കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തരാൻ ഒരുപാടുണ്ടാകും, ആലിമീങ്ങൾ ഉണ്ടാകും, നല്ല ആൾക്കാരുണ്ടാകും, എല്ലാവരും വന്ന് പറഞ്ഞു തരും. പക്ഷേ അത് പറയാൻ നിന്റെ നാവ് പൊങ്ങണമെങ്കിൽ അത് അള്ളാഹുവിന്റെ കരുണയില്ലാതെ കഴിയില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. ഇത് പറയുമ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും, ഉസ്താദെ ഇത് എന്നെ കൊണ്ട് പറ്റും, ഞാൻ നിസ്കരിക്കുന്നുണ്ടല്ലോ, എൻ്റെ വാപ്പ മുസ്ലിം, എൻ്റെ ഉമ്മ മുസ്ലിം, എൻ്റെ ഉപ്പാപ്പ മുസ്ലിം, എത്ര കൊല്ലം കൊണ്ട് ഞാൻ നിസ്കരിക്കുന്നു, ഖുർആൻ ഓതുന്നു, എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യും, നിനക്ക് നിസ്കാര തഴമ്പുണ്ട്, താടിയുടെ നീളം ഇങ്ങ് മുട്ടുവരെയുണ്ട് ഉസ്താദെ, ഞാൻ 24 മണിക്കൂർ ശരീരവും മറച്ച് കയ്യിൽ തസ്ബീഹ് പിടിച്ചിട്ട് ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവളാ, കഴിയുമെന്നാ ഞാനും നിങ്ങളും കരുതണേ. നമ്മളുടെ മനസ്സിന്റെ ഉള്ളിൽ ചിലപ്പോ തോന്നും നമ്മളെ കൊണ്ടത് പറ്റുമെന്ന്. എന്റെ പ്രിയമുള്ളവരെ, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്
എന്ന് പറഞ്ഞുകൊണ്ട് മരിച്ച സ്വർഗമാണ്. ഈ ദിക്ർ എത്ര കൊല്ല പ്രാവശ്യം, എത്രയോ ലക്ഷക്കണക്കിന് പ്രാവശ്യം പറയുന്നതിലല്ല കാര്യമിരിക്കുന്നത്. ഒരേ ഒരു പ്രാവശ്യം പറഞ്ഞാ മതി. ഈ തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് പിടിച്ചെടുക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരേ ഒരു പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാ സ്വർഗം കിട്ടുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ ഉറപ്പിക്കാൻ വരട്ടെ. ഒരു മനുഷ്യനും അത് ഉറപ്പിക്കാൻ കഴിയില്ല. ഒരാൾക്കും ഞാൻ അങ്ങനെ മരിക്കും, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് മരിക്കൂ എന്നുറപ്പിച്ച് പറയാൻ ചങ്കൂറ്റമില്ല. അങ്ങനെ ആർക്കെങ്കിലും കഴിയുമായിരുന്നെങ്കിൽ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട പൊന്നുമകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം അല്ലാഹുവേ വാപ്പയും മകനും കൂടെ പടച്ചറപ്പിനെ ആരാധിക്കുന്നതിന് വേണ്ടി ഈ ഭൂമിയുടെ മധ്യഭാഗത്ത് പടച്ചറപ്പിന്റെ അർശിന്റെ താഴ്ഭാഗത്ത് വാപ്പയും മകനും കൂടെ പടച്ചറപ്പിന് വേണ്ടി ഒരു പള്ളി കെട്ടുകയാണ്. പരിശുദ്ധമായ കഅബാലയം, വിശുദ്ധമായ കഅബാലയം അല്ലാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി വാപ്പയും മകനും കൂടെ ഒരു പള്ളി കെട്ടി. ആ പള്ളിയുടെ പണിയൊന്ന് പൂർത്തിയായി കഴിഞ്ഞപ്പോ ഇബ്രാഹിം നബി അല്ലാഹുവിനോട് ദുആ ചെയ്തത് എന്തെന്നറിയുമോ? ഇബ്രാഹിം നബി അല്ലാഹുവോട് ദുആ ചെയ്തത് എന്തെന്നറിയുമോ? റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഇബ്രാഹിം നബി കഅബാലയത്തിന്റെ മുറ്റത്തിരുന്നിട്ട് തന്റെ പ്രിയപ്പെട്ട പെണ്ണുമകനെ പുറകിൽ പിടിച്ചിരുത്തിയത് ഇബ്രാഹിം നബി അല്ലാഹുവോട് പറയുന്നു, അല്ലാഹ് ഈ സൽക്കർമ്മത്തിനെ സ്വീകരിക്കണേ അല്ലാഹ്. എന്നിട്ട് രണ്ടാമതായി പറഞ്ഞത് എന്തെന്നറിയുവോ? ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയമുണ്ടല്ലോ, ഈ ലോകത്തോട് വിട പറയുന്ന സമയമുണ്ടല്ലോ, ഈമാനോടുകൂടി മരിപ്പിക്കണേ അല്ലാഹ്. ഈ ലോകത്തോട് യാത്ര പറയുന്ന സമയത്ത് അസ്റായീൽ തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് പിടിച്ചെടുക്കുന്ന സമയത്ത് അല്ലാഹുവേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു മരിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. ആരാ ദുആ ചെയ്തത്? അല്ലാഹുവിന്റെ ഖലീലാണ്, അല്ലാഹുവിന്റെ ഖലീലാണ്. അല്ലാഹുവേ പടച്ചവരെ തന്റെ പ്രിയപ്പെട്ട പൊന്നോര പടച്ചറപ്പിന് വേണ്ടി അറുത്തു കൊടുക്കാ പറഞ്ഞപ്പോ ഒരു മടിയുമില്ലാതെ തന്റെ പൊന്നാര മകന്റെ കഴുത്തിൽ കത്തിവെച്ചിട്ടറുത്ത വാപ്പയാ. ആരാ ആമീൻ പറയുന്നത്? 10 വയസ്സുള്ള പൊന്നുമകനോട് വാപ്പ പറയുന്നു, മോനെ നിന്നെ അറുത്തു കൊടുക്കാൻ അല്ലാഹു പറഞ്ഞിരിക്കുകയാ. എന്റെ പൊന്നുമോന്റെ അഭിപ്രായം എന്താണെന്ന് വാപ്പ ചോദിക്കുമ്പോ അവിടെ നിന്ന് പറയുന്ന ഉപ്പാ ഇഫ്അൽ മാ തുമർ സതജിദുനി ഇൻഷാ അല്ലാഹ്. 10 വയസ്സുള്ള പെണ്ണുമകൻ തന്റെ വാപ്പയോട് പറയുകയാ, അല്ലാഹു പറയുന്നതനുസരിക്കുക വാപ്പാ, അല്ലാഹു പറയുന്നതനുസരിക്കുക വാപ്പാ. വിധിയുണ്ടെങ്കിൽ നാളെ പടച്ചറപ്പിന്റെ സ്വർഗത്തിൽ വെച്ച് കാണാ. എന്റെ പ്രിയമുള്ളവരെ, ഈ വാപ്പയും മകനുമാണ് അല്ലാഹുവിനോട് പരിശുദ്ധമായ കഅബാലയം പണിതിട്ട് റബ്ബിനോട് പറയുന്നു, അല്ലാഹ് മരിക്കുന്ന സമയം ഈമാനോടുകൂടി മരിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മറ്റൊരു ഭാഗത്തൊരു പ്രവാചകന്റെ ദുആ പറയുന്നുണ്ട്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിന്റെ ഭരണാധികാരിയായി തന്റെ രാജസിംഹാസനത്തിലേക്ക് കയറിയിരിക്കുമ്പോ യൂസുഫ് നബി അല്ലാഹുവിനോട് പറഞ്ഞത് എന്തെന്നറിയുമോ? യൂസുഫ് നബി അല്ലാഹുവോട് പറഞ്ഞത് എന്തെന്നറിയുമോ? റബ്ബിഖദ് ആതൈതനീ മിനൽ മുൽക്ക് വഅല്ലംതനീ മിൻ തഅവീലിൽ ഹദീസ് ഫാതിറസ് സമാവാതി വൽ അർള് അൻത വലി ഫിദ് ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമാ. പടച്ചവനെ അടിമയായിരുന്ന എനിക്ക് ഈജിപ്തിന്റെ ഭരണാധികാരം തന്ന പടച്ചവര്, എനിക്ക് സ്വപ്നലേഖാനങ്ങൾ പഠിപ്പിച്ചു തന്ന പടച്ചവര്, ഇതെല്ലാം നിന്റെ ഔദാര്യമാണ്, ഇതെല്ലാം നിന്റെ ഔദാര്യമാണ്. യൂസുഫിന് ഇതൊന്നുമല്ല വേണ്ടത്. യൂസുഫിന്റെ അഭിലാഷം എന്തെന്നറിയുമോ? യൂസുഫിന്റെ മോഹം എന്തെന്നറിയുമോ? യൂസുഫിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്തെന്നറിയുമോ? തവഫനി മുസ്ലിമാ.
ഈ ലോകത്തോട് യാത്ര പറയുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കാൻ വല്ലാത്ത കൊതിയാണ് റബ്ബേ. അതിനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. യൂസുഫ് നബി ദുആ ചെയ്തത് ഇങ്ങനെയാ. എന്തിനു പറയണം മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആയിഷാ ബീബി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സുജൂദിൽ കിടന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സുജൂദിൽ കിടന്ന് കരയുകയാ. എന്തോ പറയുന്നുണ്ട്. ആയിഷാ ബീബി റളിയല്ലാഹു തആല അൻഹ അടുത്ത് നിന്ന് നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ എന്താണ് പറയുന്നതെന്നറിയോ? ഹൃദയങ്ങളെ മറിച്ചു കളയുന്ന അല്ലാഹ്, എന്റെ ഹൃദയത്തെ നീ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ അല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പോലും ദുആ ചെയ്തതെങ്ങനെയാ. അതുകൊണ്ട് വാപ്പാ, എത്രയോ മുസ്ലിമീങ്ങളുണ്ട്, അവര് ജീവിതകാലം മുഴുവനും മുസ്ലിമായി ജീവിക്കും. മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അല്ലാഹുവേ അവര് കാഫിറായി ചത്തുപോയ ചരിത്രം നമുക്കറിയുമല്ലോ. എത്രയോ പേര് ജീവിതകാലം മുഴുവനും മുസ്ലിമായി ജീവിച്ചു, അവസാനം കാഫിറിനെ പോലെ ചത്തുപോവുകയാ. എത്രയോ ആൾക്കാര് കാഫിരീങ്ങളെ പോലെ ജീവിച്ചു, അവസാനം മുസ്ലിമീങ്ങളായി മരിച്ചുപോയി എത്രയോ ആൾക്കാരെ നമുക്കറിയാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, മരണസമയത്തൊരു മനുഷ്യന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ അവന്റെ നാവ് പൊങ്ങണോ? അല്ലാഹുവിന്റെ കരുണ കിട്ടിയവർക്കല്ലാതെ അതിന് കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുറക്കെ പറഞ്ഞു മരിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഉറക്ക ആമീൻ പറ. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഈ ആമീൻ പറയുന്ന അതേ ശബ്ദത്തിൽ മരണസമയത്ത് ഷഹാദത്ത് കരീമ പറയാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. ഉറക്ക ആമീൻ പറ, ഉറക്ക പറ. കടപ്പുറംകാർക്ക് നല്ല ശബ്ദമാണെന്ന് കേട്ടിട്ടുണ്ട്. അല്ലാഹു ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. മരിക്കണ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ ആഗ്രഹമുള്ളവരൊന്ന് കൈവയ്ക്കുക. അതിനാഗ്രഹമുള്ളവർ നോക്ക്. അൽഹംദുലില്ലാഹ്. അതിനും മനസ്സില്ലാത്തവരുണ്ടോപ്പാ? അതിനും മനസ്സില്ലാത്ത മനുഷ്യൻ. നിന്നെ കണ്ടിട്ട് ഇന്ന് ഒരാൾ നിന്ന് ചിരിക്കുന്നുണ്ട്. അല്ലാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ മോനെ രണ്ട് കാര്യങ്ങളോടുള്ള ആർത്തി കളഞ്ഞാൽ മതി എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. രണ്ട് കാര്യങ്ങളോടുള്ള നിന്റെ ഈ ആഗ്രഹം ഉണ്ടല്ലോ, ഈ ആർത്തി ഉണ്ടല്ലോ, രണ്ട് കാര്യങ്ങളോട് വല്ലാത്ത ആർത്തിയാ. അത് ആ ആർത്തി അങ്ങ് കളഞ്ഞാ മതി, നിനക്ക് മരണസമയം നന്നാക്കാൻ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഒന്നാമത്തെ കാര്യം എന്തെന്നത് ഞാൻ വിശദീകരിക്കുന്നില്ല. മൈക്ക് സെറ്റുകാരൻ നബീബെ ഒരിത്തിരി ശബ്ദം കൂട്ടി വെച്ചോ, ഞാൻ അപ്പോൾ ഇത്തിരി കുറയ്ക്കാം കേട്ടോ. എത്ര നേരം പോകുമെന്നറിയില്ല, എന്താണെന്നറിയില്ല. കുറച്ച് ദിവസമായിട്ട് വഅദ് പറയാൻ പറ്റണില്ല. എന്തോ ഒരു വല്ലാത്ത പ്രയാസം, എന്തോ ഒരു ബുദ്ധിമുട്ട്. അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മരണസമയം ഒരു മനുഷ്യന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങളോടുള്ള ആർത്തി കളയണം. ഒന്ന്, പണത്തിനോടുള്ള മോഹം കളഞ്ഞാൽ മതി, നിനക്ക് അല്ലാഹു നല്ല മരണം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സമ്പത്തുണ്ടല്ലോ, പണമുണ്ടല്ലോ, അതിനോടുള്ള ആർത്തി അങ്ങ് കളഞ്ഞാൽ, പടച്ചവനെ എങ്ങനെയും പണമുണ്ടാക്കണം. എല്ലാവർക്കും പണത്തിനോട് വല്ലാത്ത ആഗ്രഹമാ. മക്കളെക്കാളും പണത്തെ സ്നേഹിക്കുന്നവരുണ്ട്, മാതാപിതാക്കളെക്കാളും പണത്തെ സ്നേഹിക്കുന്നവരുണ്ട്, പണം ദൈവമാണെന്ന് പറയുന്നവരുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, പണത്തിനോടുള്ള ആർത്തി വന്നു കളഞ്ഞാൽ എത്ര വലിയ ദറജയിലെത്തിയ മനുഷ്യനാകട്ടെ, എത്ര വലിയ പണ്ഡിതനാകട്ടെ, എത്ര വലിയ മനുഷ്യനാണെങ്കിലും അല്ലാഹു അവനൊരു നല്ല മരണം കൊടുക്കൂല.